വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വാർഷിക സമ്മേളനം ഗുരുവായൂരിൽ പുരോഗമിക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന നാമജപ ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന ഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നാമജപയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. സന്യാസി വര്യന്മാരും നാമജപയാത്രയിൽ പങ്കെടുത്തു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. തുടർന്ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നടന്ന സമാപന സഭ മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കേരളം പരീക്ഷണങ്ങളുടെ നാടാണെന്നും സമാജം കരുത്താർജിക്കണമെന്നും സൂചിപ്പിച്ചു. ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ വൈകാരിക തലത്തിലേക്ക് ഇളക്കി വിട്ടുകൊണ്ട് തീവ്ര മതസംഘടനകൾ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് സാമാജികമായ അസ്വസ്ഥതയുണ്ടാക്കുകയും ആ അസ്വസ്ഥതയിലൂടെ വിലപേശൽ നടത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പരീക്ഷിച്ചതും വിജയിച്ചതും. ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട സമയമാണ്. ഒരു സംശയമില്ല, ഈ പറയുന്നതിന് അത്യന്തമായ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് പരീക്ഷണമാണ് നടത്തിയതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കരുത്തോടെ ദീർഘവീക്ഷണത്തോടെ ബ്രഹ്മ തേജസ്സിന്റെയും ക്ഷാത്രവീര്യത്തിന്റെയും സമന്വയമുള്ള സമൂഹം മാത്രമേ കാലഗതിയിൽ പിടിച്ചു നിന്നിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ടിന്റെയും സമന്വയം നമ്മൾ നേടിയെടുക്കണം. വ്യക്തി പോരാ, സമാജം. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി അധ്യക്ഷനായ ചടങ്ങിൽ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാണുമാലയൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി വിവിക്താനന്ദ സരസ്വതി, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. ജനം, തൃശൂർ.